every night are we? Yeah, we are here with whole new Seltos GT line. നമ്മളുടെ ഫസ്റ്റ് ജെൻ കഴിഞ്ഞു, സെക്കൻഡ് ജെൻ കഴിഞ്ഞു, തേർഡ് ജനറേഷൻ GT ലൈനാണ് സെൽറ്റോസിൻ്റെ നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വല്ലിഴിക്കയാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പേസ് ഇൻ ബിറ്റ്വീൻ കൊല്ലം ആൻഡ് ആലപ്പി. നമുക്ക് വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത പോലെയാണ്. ദ പ്ലാറ്റ്ഫോം ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ആൻഡ് ടൈഗർ നോസ് ഗ്രില്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ലൈറ്റിങ്സ് എല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ ക്യൂബ് LED കാര്യങ്ങളൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെൻ വി കം ടു ദ അലോയ്സ്, നമ്മുടെ നേരത്തെ GT ലൈനിൽ വരുന്ന അലോയ്സ് അല്ല, ചേഞ്ച് ചെയ്തു ഡിസൈൻ വൈസ്. ആൻഡ് ഇവിടെ ഇപ്പോൾ നെറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇൻസേർട്ട് എ പിൻ ആൻഡ് ടേക്ക് ഇറ്റ് ഔട്ട്. അതിനുശേഷം നമുക്ക് നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ വി കം ടു ദ ബാക്ക്, കുറച്ച് ബോഡി ലൈൻസൊക്കെ അഡീഷണൽ ആക്കിയിട്ടുണ്ട്. പുഷ് ഔട്ട് ഡോർ ഹാൻഡിൽസ് ആണ്. ഇവിടെ ആയിരുന്നു നേരത്തെ വൈപ്പർ വന്നിട്ടിരുന്നത് റിയർ. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇരിക്കണം, നീ ഇവിടെ ഇരിക്കണമല്ലേ? ഓക്കെ. അപ്പോൾ ലെറ്റ്സ് കം ടു ദ സൈഡ് പ്രൊഫൈൽ. ദിസ് ഈസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. നേരത്തെ പോലെ ചെറിയൊരു സാമ്യമൊക്കെ തോന്നും, ബട്ട് ഇറ്റ് ഡിഡ് വെരി ഗുഡ്, എലഗൻ്റ് ആണ്. നമുക്ക് പിന്നെ കാലിപ്പറിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ സാധനം കാണാം. നേരത്തെ ഇത്ര ബ്രൈറ്റർ ആയിരുന്നില്ല, ഒരു ഇത്തിരി ഡാർക്കർ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഇത്തിരി ഒരു ഫ്ലൂറസൻ്റ് ആയി. ആൻഡ് ബൾക്കിനെസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ. സോ നമുക്കിതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ലെറ്റ്സ് എൻ്റർ. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്താ പറയുക, മെമ്മറി ഫംഗ്ഷനുള്ള സീറ്റാണ്, അത് അറേഞ്ച് ചെയ്തത് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. ഓക്കെ, പുള്ളിനെ കൂടെ നീങ്ങുന്നുണ്ട്. മേക്ക് ദ സപ്പോർട്ട്. സോ ഓക്കെ, ദിസ് ഇസ് കീ. ഓക്കെ, നമുക്ക് ബാക്കിലോട്ടൊന്ന് കാണാം. ഹൗ ഇസ് ദിസ്? അപ്പോൾ സീറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് ഈ ഒരു ടൈപ്പാണ്. മെറ്റീരിയൽ ഒരു രക്ഷയില്ല, ഇറ്റ്സ് ടു കംഫർട്ടബിൾ. ഈ ഹെഡ് റെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ എന്താ പറയുക, ഒത്ത് കുഷ്യനല്ല, ഒരു നെറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇത് കിടിലനായിട്ടുണ്ട്. GT ലൈനുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു ചെറിയ ഇതൊന്നും ഒഴിവാക്കായിരുന്നു എന്നുള്ളത്, ഇവിടെ ഒരാളിരിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ കാലിൻ്റെ ഹൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഡിപെൻഡ്സ് ഓൺ AC ടെമ്പറേച്ചർ കൺട്രോളിൽ വന്ന് കാല് തട്ടും. അത് മേ ബി അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. മൈ ഒപ്പീനിയൻ ഓൺലി. സ്റ്റിയറിംഗ് വീൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡ്യുവൽ D കട്ട് എന്ന് പറയാം. അതിൽ മോഡ് സെലക്ടേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ആയി. നേരത്തെ അത് ഇവിടെ ആയിരുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെയാണ് ഡ്രൈവ് മോഡും ട്രാക്ഷൻ കൺട്രോൾസും സെലക്ട് ആവുന്നത്. ദാറ്റ് വി ക്യാൻ സെറ്റ് ഇറ്റ് ടു സ്പോർട്സ്, എക്കോ, നോർമൽ, എനി കൈൻഡ് ഓഫ് ഫക്കിംഗ് മോഡ് ദാറ്റ് വി ക്യാൻ സെറ്റ് അപ്പ്. ഓക്കെ, പിന്നെ മിറർ കൺട്രോൾസും. നേരത്തെ നമുക്ക് സീറ്റിൻ്റെ മെമ്മറി ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല, ബട്ട് നൗ വി ആർ ഗെറ്റിംഗ് 2 മെമ്മറി ഫംഗ്ഷൻസ് അലോങ് വിത്ത് വെൻറ്റിലേറ്റഡ് സീറ്റ്. നേരത്തെ ഉണ്ടായിരുന്നു, ബട്ട് അതിൻ്റെ സ്വിച്ച് ചെയ്താണ്ട് ഈ ഭാഗത്തായിട്ടായിരുന്നു. ആൻഡ് അതിപ്പോൾ മാറി ഡോറിൽ തന്നെ മോഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ദ സെയിം ബോസ് സൗണ്ട് സിസ്റ്റമാണ്. ഹെൽഡ് അപ്പ് വിത്ത് ഐ തിങ്ക് 1 2 3 4 5 6 7 ഇൻക്ലൂഡിങ് ദ സബ് വൂഫർ 7 ആണ് വരുന്നത്. കംപ്ലീറ്റ്ലി നമുക്ക് ഇതൊന്ന് റീഡിസൈൻഡ് ആയിട്ടുണ്ട്. പാസഞ്ചർ എയർ ബാഗ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള ഓപ്ഷൻ ദാറ്റ് ദിസ് പീപ്പിൾ ആർ പ്രൊവൈഡിങ് നൗ. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹിയർ വി ഹാവ് ദ മിറർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഹ്യൂജ് പാനോറാമിക് സൺറൂഫ്. ഓക്കെ, ഇവർ ഈ സൺറൂഫ് ഇവരുടെ ഒരു ഐക്കോണിസിറ്റി ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം Kia without a sunroof is a fuck. Means according to me, maybe നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിന് എന്തായാലും ഇത് ചേരുന്നൊന്നുമല്ല കേട്ടോ. നമ്മൾ യൂറോപ്യൻസ് അല്ലെങ്കിൽ ഒരു ആർട്ടിക് റീജിയനിലോട്ടൊക്കെ പോകുമ്പോഴാണ് സൺറൂഫ് ഒരു എസെൻഷ്യൽ ആവുന്നത്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ എൻജിൻ സൈഡ്. സെയിം എൻജിൻ തന്നെയാണ്, 1.5 ലിറ്റർ ടർബോ പെട്രോൾ. അതിന് പവർ ചെയ്യുന്നത് ഒരു 7 സ്പീഡ് DCT ട്രാൻസ്മിഷനാണ്. വെൻ ഇറ്റ്സ് കം ടു ദ ഓട്ടോമാറ്റിക് CVT അവൈലബിൾ ആണ്, ബട്ട് ദാറ്റ്സ് ഓൺലി ഫോർ ദ നാച്ചുറൽ ആസ്പിറേറ്റഡ് 1.5 ലിറ്റർ സ്മാർട്ട് സ്ട്രീം. പിന്നെ ഡീസൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ CRDI 1.5 ലിറ്റർ മേറ്റഡ് ടു ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് കൺവെൻഷണൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. സോ അതാണ് ഇതിൻ്റെ ഒരു പവർ ട്രെയിൻസ് നമ്മൾ കൂടുതൽ പറയുന്നത്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ Kia ഷുഡ് സ്വിച്ച് ടു 2 ലിറ്റർ അല്ലെങ്കിൽ 2.2 ലിറ്റർ ഓൾ വീൽ ഡ്രൈവ് വേരിയൻ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. ആൻഡ് ഇതിപ്പം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്.
മുമ്പിൽ ഉപയോഗിക്കുന്നത് മക്ഫേഴ്സൺ സ്ട്രട്സിൻ്റെ ഷോക്ക് അബ്സോർബറിങ് സിസ്റ്റം അല്ലെങ്കിൽ സസ്പെൻഷൻ സിസ്റ്റമാണ്. ബാക്കിൽ സോളിഡ് ആക്സിൽ വിത്ത് എ കോയിൽ സ്പ്രിങ് ആസ് വെൽ. സോ അതാണ് സംഭവം. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ന്യൂ കൂൾ ഡിസൈൻസ്, കുറച്ചധികം കാര്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അതിനിവിടെ ഒരു ചെറിയ വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്. നേരത്തെ കുറച്ചുകൂടെ ആക്സസബിൾ അല്ലാത്ത രീതിയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കൺസോളിൻ്റെ ഇതൊക്കെ മാറി, സ്വിച്ചിങ് ഒക്കെ മാറി, വോളിയം കൺട്രോൾസ് ഇവിടെ ആയി. പിന്നെ ആസ് യു നോ കംപ്ലീറ്റ്ലി തിരിഞ്ഞു. നേരത്തെ നമ്മുടെ എന്താ പറയുക അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ സൈഡിലായിരുന്നു, ഇപ്പുറ സൈഡിൽ വോളിയം ആയിരുന്നു, തിരിഞ്ഞു പോയി. വോളിയം കൺട്രോൾസൊക്കെ ഈ സൈഡിലും, ഇപ്പുറത്ത് ക്രൂയിസ് കൺട്രോൾ. നമുക്കൊരു 3 ലെയേർഡ് സ്ക്രീൻ കാണാം. ഹോൾ ഇൻഫോർടൈൻമെൻറ്റ്, AC കൺട്രോൾസ് ആൻഡ് സ്പീഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. സോ അതൊക്കെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. പിന്നെ ഇൻറ്റീരിയർ നോക്കുമ്പോഴത്തേക്കും ആസ് ഐ ഓൾറെഡി ടോൾഡ് കംപ്ലീറ്റ് ലേ ഔട്ട്, സീറ്റിൻ്റെ കാര്യങ്ങൾ മാറി, ഇത് കളർ പാറ്റേൺ ആസ് വെൽ മാറിയിട്ടുണ്ട്. ആൻഡ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇരുന്നൊരു സാധനം ഉണ്ടായിരുന്നു, അതായിരുന്നു എയർ പ്യൂരിഫയർ, സ്മാർട്ട് എയർ പ്യൂരിഫയർ. ആ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, നന്നായി. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ മേ ബി ഡൽഹിയിലൊക്കെ താമസിക്കുന്നവർക്ക് കാണും, പക്ഷേ ഡൽഹിയിലൊന്നും ഇപ്പം എന്താ പറയുക ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്യുന്ന IC എഞ്ചിൻസ് ഒന്നും അത്ര വലിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് വാസ് എ ബർഡൻ ഐ ഗെസ്. പിന്നെ അതിൻ്റെ സർവീസും നോക്കേണ്ടി വരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹോൾ ന്യൂ കിയ. ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കുമ്പോഴത്തേക്കും എക്സാക്ട്ലി സം വാട്ട് ദ സെയിം പ്രൈസസ് ഓഫ് ദ ലാസ്റ്റ് ജനറേഷൻ. സോ പോളറൈസിങ് ഡിസൈനാണ്. എനിക്ക് വേർഷൻ 2 ആണ് ഇപ്പോഴും സ്റ്റക്കിൻ ആയിരിക്കുന്നത് മൈൻഡിൽ. വേർഷൻ 3 എത്തിയപ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു അഗ്രഷൻ ഫാക്ടേഴ്സ് മിസ്സായതുപോലെ, പറഞ്ഞ പോലെ അലോയ്സ് ആണെന്നുണ്ടെങ്കിലും. പിന്നെ ഇൻക്ലൂഡ് ആക്കാൻ തോന്നിയൊരു ഫാക്ടർ അറ്റ്ലീസ്റ്റ് ഒരു സ്മാർട്ട് ടെയിൽ ഗേറ്റ് കൊടുക്കായിരുന്നു. ഇപ്പം നമ്മൾ ഈ ടെയിൽ ഗേറ്റ് നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക റിയർ സീറ്റും കൂടെ നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു കിട്ടിയിട്ടുണ്ട്. നീ റൂമും ലെഗ് റൂമും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് വെച്ചിട്ട് മാക്സിമം ഇട്ടിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് 183 ഇൻ ഹൈറ്റ്. ബട്ട് യാ ദിസ് കൂൾ കംഫർട്ടബിൾ. ആൻഡ് വി ഹാവ് സം റീഡിംഗ് ലൈറ്റ്സ് ഓവർ ഹിയർ. ഇത് നമുക്ക് ഇതിൻ്റെ ബൂട്ടൂടെ നോക്കാം. ഓഫ് കോഴ്സ് സൺബ്ലൈൻഡ്സ് ഫാക്ടറി സ്റ്റോക്ക്. സോ നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് കാണാം. സ്മാർട്ട് ടെയിൽ ഗേറ്റ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. So this is the boot. ഇവരായിട്ടൊരു സബ് വൂഫറിൻ്റെ ആണ്. ഇറ്റ്സ് എ സബ് വൂഫർ, ബോസ് പവേർഡ്. ഐ തിങ്ക് ഇറ്റ്സ് നമുക്കൊരു 447 liters ഓഫ് ബൂട്ടാണ് കിട്ടുന്നത്. യാ ദാറ്റ്സ് ഇനഫ്. നമുക്കൊരു അത്യാവശ്യം നല്ല ഇതിൽ സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം പെട്ട ബൂട്ടാണത്. സോ ഡയമെൻഷൻ വൈസ് കുറച്ചധികം ബൾക്കിയായി നേരത്തതിനെ കാട്ടിലും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓൾ ന്യൂ സെൽറ്റോസ്. Yeah, that's it. എന്നാ പിന്നെ കറക്കാം. ഓക്കെ, നമ്മളിപ്പോൾ GT ലൈനിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫോർ മീ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ഓടിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ദ തേർഡ് ജനറേഷൻ. ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ് ആണ് ഈ സാധനത്തിന്. അതായത് സസ്പെൻഷൻ വെയിറ്റ് കൂടിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ബട്ട് ഇറ്റ്സ് ഡാമ്പേർഡ് വെൽ, ഭയങ്കര കിടലായിട്ടുണ്ട്. ആൻഡ് ദ ഡ്രൈവ് ട്രെയിൻസ് ഒരു നമ്മുടെ 1.5 സെയിം ഒരു പെർഫോമൻസിൽ നിന്നും ഒരു ഇത്തിരി കൂടെ വ്യത്യാസമുള്ള രീതിയിൽ എനിക്ക് തോന്നി പേഴ്സണലി. സ്പോർട്സ് മോഡ് കുറച്ചുകൂടെ റിയാക്റ്റീവാണ്. സി പെഡൽസ് ഫ്രം ഹിയർ ആൻഡ് ഇറ്റ്സ് ഗോസ് ലൈക്ക് ദേ 100 ഈസിലി ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. മുളകും പാലും ഒക്കെയാണ് ഇഷ്ടം. ട്രൈ ദിസ് റാഷ്. നമ്മുടെ കേരളത്തിലെ റോഡ്സ്, കേരളത്തിലെ ഡ്രൈവിംഗ് കൾച്ചർ ആസ്വദിക്കും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ഇത്തിരിക്ക് ബോഡി റോള് വന്നു എന്നൊരു ഡൗട്ട്. ഓക്കെ, സോ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ഥലത്തൂടാണ് നമ്മൾ പോകുന്നത്. കൊല്ലത്തിൻ്റെയും ആലപ്പുഴയുടെയും ഒരു ജോയിനിങ് സെൻറ്റർ എന്നാണെന്നുണ്ടെങ്കിൽ പറയാം, വലിയടിക്കൽ പാലം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പോയി തിരിച്ച് ഇങ്ങ് വരാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങളിപ്പോൾ പുതിയ
സെൽറ്റോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇടാം. എൻ്റെ ഫ്രണ്ടിൻ്റെതാണ്, പുള്ളിക്കാരൻ്റെ നമ്പർ വിൽ ബി ഡിസ്പ്ലേയിങ് അറ്റ് ദ ടൗൺ സൈഡ്. അതിൽ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് an easy booking and a hospitable dealing. Okay, so that's all about the endurance of Kia Seltos version 3. So hope everyone do liked it. അപ്പോൾ ബാക്കിയുള്ള ഡ്രൈവ് വിശേഷങ്ങളും ഡ്രൈവ് ഫണ്ണും നമ്മൾ അപ്ഡേറ്റ് ആക്കും. Stay tuned for the next video till pops up. This is me, Hari, signing out.